നമ്മുടെ ഫാമിൽ എങ്ങനെയാണ് ആർട്ടീമിയെ കളക്ട് ചെയ്യുന്നത് നോക്കാം. ഇത് ഇന്നലെ രാത്രി ഇട്ടതാണ്. നമ്മൾ രാത്രി ഇട്ടാൽ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് കളക്ട് ചെയ്യണം. ഇത് റെഡ് റിംഗ് ആണ്, അത് പെട്ടെന്ന് വിരിയും, നല്ല ഹാച്ചിങ് റേറ്റ് ഉള്ളതാണ് ആർട്ടീമിയ. ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പം ഇത് ഫുള്ള് ഇത് താഴോട്ട് അടിയും. ഇത് പിന്നെ ഹാച്ച് ആവാത്ത എഗ്സൊക്കെ ഈ ക്യാപ്പിൻ്റെ അവിടോട്ട് വരും. ഹാച്ചായ ഷെൽസൊക്കെ മുകളിലായിരിക്കും. ആർട്ടീമിയ എല്ലാം കൂടെ ഇവിടെ വന്ന് അടിയും. നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇതെല്ലാം അടിഞ്ഞ് വന്നിട്ട് ഇത് ഒരുമിച്ചായിട്ട് ഡെഡ് ആവാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ മേ ബി ഓക്സിജൻ കുറവായിട്ട് ഡെഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ കളക്ട് ചെയ്യണം. ഇത് കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെറ്റൊന്നും ഉപയോഗിക്കത്തില്ല ഇവിടെ. ഇത് ഡ്രോപ്പർ വെച്ചാണ് കളക്ട് ചെയ്യുന്നത്. ഇത് ഡ്രോപ്പർ ജസ്റ്റ് ഇങ്ങനെ ഇറക്കിയിട്ട് എയർ കുറച്ചങ്ങ് തള്ളിക്കളയണം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഇതിൻ്റെ സിസ്റ്റ് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് ഇത് കലങ്ങി പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. വീണ്ടും അതിനകത്ത് എഗ്സ് എല്ലാം അടിയും, ആർട്ടീമിയ മാത്രം മുകളിലോട്ട് വരും. ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഒന്ന് രണ്ട് എഗ്സൊക്കെ ഇതിനകത്ത് കയറും, പക്ഷെ അത് കുഴപ്പമില്ല. ഞാനിങ്ങനെയാണ് കൊടുക്കുന്ന ഫിഷസിനൊന്നും. ഇത് അത് ഫിഷ് കഴിച്ചാലും അതങ്ങ് തുപ്പിക്കളഞ്ഞോളും. അധികമൊന്നും എഗ്ഗ് വരത്തില്ല ഇതിനകത്ത്. ഇത് ഫുള്ളായിട്ട് കളക്ട് ചെയ്യണം നമ്മൾ. ഇത് അധികം ഉള്ളത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിൽ വയ്ക്കരുത്, താഴെ നോർമൽ ടെമ്പറേച്ചറിൽ താഴെ നമ്മൾ വെജിറ്റബിളൊക്കെ വയ്ക്കുന്ന അവിടെ വയ്ക്കാം. ഫുള്ള് നമ്മളിങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കുറച്ചുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ലീവ് ചെയ്യാം. നാളെ രാവിലെ ആണെങ്കിൽ നമുക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ എയറേഷൻ ഇടണം. എയറേഷൻ ഇട്ടില്ലെങ്കിൽ അത് ഡെഡായി പോകും. ഇതിനകത്ത് കുറച്ച് എഗ്സ് വിരിയാനുണ്ട്, അപ്പം അതും കൂടെ ചേർത്ത് നമുക്ക് നാളെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ എയറേഷൻ ഇങ്ങനെയാണ് സെറ്റപ്പ് കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ ഇത് ഓണാക്കും, വാൽവ് ഓണാക്കി കൊടുക്കും.